ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറേ ടിപ്സാണ് കാണിക്കുന്നത്. ഫസ്റ്റത്തെ ടിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കാത്ത, അതുപോലെ തന്നെ എണ്ണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇങ്ങനെ എണ്ണ എടുക്കാം അതുപോലൊന്നും ഉണ്ടാവില്ല. നല്ല ക്രിസ്പി, അതുപോലെ തന്നെ പുറം ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കോളൂ, ഉണ്ടോ? ഇനി എണ്ണ നോക്കിക്കോട്ടോ, ഇതുണ്ടോ സൗണ്ട് കേട്ടോളൂ, ഉണ്ടോ ആ സൗണ്ട് കണ്ടോ? നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, പുറം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പം വട എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് അറിയണുണ്ടോ നോക്കണ്ടേ, അപ്പോൾ അതും കൂടി നോക്കാം കേട്ടോ. ദേ പുറം നല്ല മുരിഞ്ഞ് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ. അതും കുറേ ടെക്നിക്കുകളൊന്നും വേറെ ടിക്കുകളും കാണിക്കുന്നുണ്ട്. നമ്മൾ ഉഴുന്ന് കുതിർത്ത ശേഷം 2 മണിക്കൂറെങ്കിലും കുതിർക്കുക. ഒട്ടും 2-3 സ്പൂൺ വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ചെറിയ ജീരകം, കുരുമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈ വെച്ചൊരു 10 മിനിറ്റ് ആക്കി കൊടുക്കണം കേട്ടോ. കൈ വെച്ച് 10 മിനിറ്റ് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചോ, കാരണം ഒന്ന് നമുക്ക് ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ കുറച്ചൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലും വെച്ചോന്നിട്ട് കേട്ടോ. ഇത് നോക്കിക്കേ, ഇതിങ്ങനെ 10 മിനിറ്റ് നമ്മൾ ഇതാക്കുമ്പോൾ നല്ലവണ്ണം ഈ മാവ് പതഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കഴിയുമ്പോൾ നല്ല, ഞാൻ ആ വീഡിയോ ആദ്യം കാണിച്ച പോലെ തന്നെ നല്ല ക്രിസ്പി വരും നമ്മൾ വാലിടുമ്പോൾ. ഇനിയിപ്പോൾ ഇതിൽ ഇടാൻ പേടിയുള്ളവർ ചായ അരിപ്പില്ലേ, സ്റ്റീൽ അരിപ്പ് എടുക്കുക. അതിൻ്റെ പുറകിൽ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് മാവ് വെച്ചിട്ട് ഹോളിട്ടിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. എളുപ്പ വഴിയായിട്ട്, ഞാൻ എത്രയോ വർഷങ്ങളായി ചെയ്യുന്ന വഴിയാണ്. കൈ ചൂടാവില്ല, അതാണ് കൈ പൊള്ളില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. കറക്റ്റ് ഷേപ്പ് ഇതേ നോക്കിക്കേ, ഇത്രയും ഷേപ്പൊക്കെ പോരെ ഒരു വട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എലിയെ കൊല്ലാനുള്ള കിടിലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, അപ്പോൾ അതും കൂടി. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കഞ്ഞിവെള്ളം ഇല്ലേ, ബാക്കി വന്ന കഞ്ഞിവെള്ളം അതിനുണ്ടെങ്കിൽ എടുക്കുക. തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ വേണമെന്നില്ല, അതുണ്ടെങ്കിൽ അതെടുക്കാം. കുറച്ച് എടുത്തിട്ടുണ്ട്, നമുക്ക് മുടിക്കനുസരിച്ചിട്ട് എടുക്കട്ടെ. തലയോട്ടിയിലാണ് മെയിനായിട്ട് തേക്കേണ്ടത്. ഇനി അന്നേരം നിങ്ങളുടെ മുടിയുടെ താഴോട്ടേക്ക് നല്ല സ്മൂത്തായിട്ട് ഹെയർ സിൽക്കായിരിക്കണമെങ്കിൽ കൂടുതലെടുക്കുക. അപ്പോൾ തലയോട്ടിക്ക് ഉപയോഗിക്കാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ധാരാളമാണ്, 4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കട്ടിയാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മുടി കൊഴിച്ചാൽ മാറാനും അതേപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആവാനും സിൽക്കി ആവാനും നല്ലതാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മളൊരു സംഭവം കൂടി ചേർക്കണം, മുടി വളരാനും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചേർക്കുന്നത് കാസ്റ്റർ ഓയിലാണ് ചേർക്കണം. ഓക്കെ, അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് കാസ്റ്റർ ഓയിലാണ്. ഒരു 1/2 സ്പൂണോളം കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. ഒരു തവണയല്ലേ ഉപയോഗിക്കുന്നത്, നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ഒരു 1/2 സ്പൂണോളം ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സാക്കിയ ശേഷം തലയിൽ പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഷാമ്പു ചെയ്ത് കളയാം കേട്ടോ. ഷാമ്പു അല്ല, പയറുപൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് താളി ഉപയോഗിച്ച് കഴുകി കളയാം കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിൽ പോകാനും ഹെയർ സ്മൂത്ത് ആവാനും ബെസ്റ്റാണ്. ശേഷം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പാറ്റയെല്ലാം കൊല്ലാൻ നോക്കട്ടെ. ബ്രെഡൊന്നും ഇതുപോലെ ഒന്ന് പൊടിച്ചിടുക. അതിനുശേഷം നമ്മൾ പനിക്കൊക്കെ കഴിക്കുന്ന പാരാസെറ്റമോൾ, ഡോളും ഗുളികയില്ല, അതും കൂടി പൊടിച്ചെടുത്ത് ഇതിലേക്ക് മിക്സ് ആക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഒരു ഉണ്ട പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു ഡോളോ എടുത്തിട്ട് അത് തുറക്കുന്നതിന് മുന്നേ തന്നെ ആ സ്ട്രിപ്പ് വെച്ചിട്ട് ഒരൊറ്റ നമ്മളൊന്ന് അടിച്ചെടുത്തു. കട്ട വെച്ച് അടിച്ചപ്പോൾ നല്ല പൊടിയായിട്ട് വന്നു. അപ്പം പിന്നെ 1 മണിക്ക് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് കുറച്ച് ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് പിടിക്കാവുന്ന പരുവാക്കിയിട്ട് ആക്കുക. എവിടെയൊക്കെ പാറ്റയുണ്ടോ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. 4-5 ദിവസത്തിൽ പാറ്റ കഴിച്ചാൽ ചത്തുപോകും. പിന്നെ 4-5 ദിവസം കഴിയുമ്പോൾ ഡ്രൈ ആവുകയാണെങ്കിൽ ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക കേട്ടോ. പാറ്റ രാത്രി വേണം വെക്കാനായിട്ട്. രാത്രി സമയങ്ങളിലാണ് പാറ്റ പുറത്ത് വരിക. അപ്പോൾ ആ സമയത്താണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. എലിയാണെങ്കിലും ചാവും, പാറ്റയാണെങ്കിലും ചാവും. രണ്ടിനും ബെസ്റ്റ് സൊല്യൂഷൻ ഇതാ കേട്ടോ. എലിക്കാണെങ്കിലും അതുപോലെ തന്നെ പാറ്റയ്ക്കാണെങ്കിലും നല്ല അടിപൊളി മരുന്നാണത്. പാരാസിറ്റമോൾ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ എലിക്കാണെങ്കിലും വയറ് വീർത്ത് ചത്തുപോകും, പാറ്റയ്ക്കാണെങ്കിലും വയറ് വീർത്ത് ചത്തുപോകും. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എലി ചാവാനും പാറ്റ ചാവാനും ബെസ്റ്റ് മെഡിസിനാണ്. അടുക്കളയുടെ സ്ലാബിനകത്തൊക്കെ വെച്ച് കൊടുക്കാം, കിച്ചൺ സിങ്കിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക, ബാത്റൂമിൽ വെച്ച് കൊടുക്കുക. 4-5 ദിവസം വെച്ച് കൊടുക്കും. അപ്പോൾ എന്തായാലും ബ്രെഡിൻ്റെ സ്മെല്ല് കാണുമ്പോൾ പാറ്റയും വരും, എലിയും വരും. അപ്പോൾ വീടിൻ്റെ പുറത്ത് എലിശല്യം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റിസൾട്ട് അറിയിക്കുക. താങ്ക് യു.